ആയിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് നമുക്ക് ഈ ഭാഗമാണ്. അപ്പോൾ പറഞ്ഞു എല്ലാവരും പിടിക്കാൻ തരും. ഞാനും കണ്ടോ? അത് നമുക്ക് കാണാൻ പറ്റിയില്ല, കണ്ടിട്ട് പറയണേ. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. നല്ല അഭിപ്രായം, നല്ല സിനിമയാണ്. ഞാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. ഒരു ത്രെഡ് മെസ്സേജും പ്രശ്നം എന്താണ് എങ്ങനെയാണ് കൺവേ ചെയ്യാന്ന് അറിയില്ല. പക്ഷെ നല്ല ഒതുക്കത്തിൽ നീറ്റായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റി. ക്യാരക്ടറാണെങ്കിലും അത്യാവശ്യം ബോൾഡാണ്. കയ്യിൽ നിന്ന് പോകുന്നവർക്ക് പേടിയുണ്ടായിരുന്നു, കയ്യിൽ നിന്ന് പോയിട്ടില്ല തോന്നുന്നു. കണ്ടവരൊക്കെ അതാ പറയുന്നത്. അതെ അല്ല എത്രാമത്തെ പടം ഇപ്പോൾ ഇത്? അയ്യോ അങ്ങനെ ചെയ്യുന്നത് ഞാൻ എണ്ണൊന്നും വെച്ചിട്ടില്ല. കാര്യം അങ്ങനെ മെയിനായിട്ട് കുറേ ഒന്നും ഞാൻ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ക്യാരക്ടർ റോളിനെ ചെയ്യണം. സെക്കൻഡ് ക്യാരക്ടറായിട്ട് ആകെ ഒറ്റ മൂവി ചെയ്തിട്ടായിരുന്നു. അതെ, പിന്നെ അന്ന് വന്നതാണല്ലോ ഇവിടേക്ക്. അതിനുശേഷം എന്താ വരുന്നത്? ഞാൻ ഇവിടെ കൊച്ചിയിലല്ലാത്തതുകൊണ്ട് എൻ്റെ സിനിമ കാണാൻ വന്നു. ഇനിയിപ്പോൾ അടുത്ത് പഞ്ചായത്ത് ചെട്ടി ഇറങ്ങാണ്ട് അടുത്ത മാസം. അപ്പോൾ വീണ്ടും കാണാം. അതേപോലെ നമ്മുടെ ഈ സിനിമയിൽ ഈ സദാചാരത്തിനെതിരെയൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ടെന്ന്. കൊണ്ടോ? ആർക്കെങ്കിലും കൊണ്ടോ? അല്ല, നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ല. നമ്മൾ പുതിയ ആർക്കെങ്കിലും ചിലപ്പോൾ വീഡിയോ അല്ലേ. അപ്പം അങ്ങനെ ഉള്ള സംഭവം തന്നെയാണ്. എന്താ പറയുക, പക്ഷെ ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന വശം തന്നെ ഇപ്പം ഈ ഒരു സൊസൈറ്റിയിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ, അതന്നെ പറയാം. സൊസൈറ്റി പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ആർക്കും അങ്ങനെ ഹേർട്ടാവില്ല, മനസ്സിലാക്കാനുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് അവരൊക്കെ എൻഡിങ് നന്നായിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമൊന്നുമില്ലാതെ. ചേച്ചിക്ക് എങ്ങനെ ഈ ഇതേപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും? അല്ലെങ്കിൽ സദാചാര ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. പറയാൻ പറ്റുവാണെങ്കിൽ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. അത് നമ്മൾ മോഡലിംഗ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് എപ്പോഴും ഇൻഡോർ ചെയ്യാൻ പറ്റില്ല, ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട്. അപ്പോൾ ഫോട്ടോഷൂട്ട് കോസ്റ്റ്യൂം പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് വരുന്നത് നമുക്ക് നോർമൽ സാധാരണ എന്താ പറയുക ലഹക്കയായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് നമുക്ക് ഈ ഭാഗമാണ്. അപ്പോൾ പറഞ്ഞു ലേഡി പോലീസ് ഓഫീസർ സദാചാരം പറയാൻ പറ്റുമെന്നൊക്കെ അറിയുന്നത്. പക്ഷെ എനിക്കതിന് മനസ്സിൽ വേദനിച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നത് കുറച്ച് മുന്നേ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോഷൂട്ട് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഇൻഡോർ പറ്റും, ഇൻഡോർ ഔട്ട്ഡോറൊക്കെ നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറമേ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ കോസ്റ്റ്യൂമോ നമ്മൾ നിൽക്കുന്ന രീതിയോ കോസ്റ്റ്യൂം കൊടുക്കുന്നെങ്കിൽ അവർക്ക് ഡൈജസ്റ്റ് ആവില്ല. ഡൈജസ്റ്റ് ആവാണ്ട് അവർ അങ്ങനെ പോകാനുള്ള കുഴപ്പമില്ല. കാര്യം നമ്മൾ ചിലപ്പോൾ ഇവിടെ തന്നെ റിവ്യൂ പലരും കൊടുക്കുന്നുണ്ട്. കുറേ പുതിയ പുതിയ റിവ്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. അവർക്ക് ഫെയിം ആവാൻ വേണ്ടി എന്തും ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കത് ഈ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ മാറി പോവുക, അത്രയല്ലേ നമുക്ക് പറ്റില്ല. അല്ലാണ്ട് നമ്മൾ അവരെ വിമർശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ ഉണ്ടല്ലോ. ഇത് ഞാനിങ്ങനെ എൻ്റെ ഒരു തൊഴിലാണ്, എൻ്റെ പ്രൊഫഷനാണ്. അപ്പോൾ ആ സമയത്ത് ചെയ്തപ്പോൾ അവിടെ ഒരു ഡാമിൻ്റെ പരിസരത്തായിരുന്നു. അപ്പോൾ അവിടെ സെക്യൂരിറ്റി പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. കോൺസ്റ്റബിൾ ലേഡി കോൺസ്റ്റബിൾ കുറേ നേരം ഇങ്ങനെ നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നത്, മോഡലിംഗ് ചെയ്താണ് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട്, അച്ഛൻ അമ്മ. എന്നിട്ട് താനെങ്ങനെ അവിടെ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിലിപ്പോൾ എന്താ കുഴപ്പം, അതാണെങ്കിൽ അന്നൊരു കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെന്നെ ആളുടെ മൈൻഡിൽ ആൾക്കൊക്കെ എനിക്ക് പെട്ടെന്ന് ഹേർട്ടായി. കാര്യം നമ്മളെ മൈൻഡ് വേറെ, അവരുടെ മൈൻഡ് വേറെ. പക്ഷെ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഒരു വിമർശിച്ചപ്പോൾ എനിക്കത് ഒന്ന് ഹേർട്ടായിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലൊരു ഹേർട്ടായിട്ടുണ്ടായിരുന്നു സംഭവം. പെട്ടെന്ന് എനിക്ക് കാര്യം എല്ലാവരും അവരവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിച്ചിട്ട് മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അതിൻ്റെതായ ഈ ഒരു സിനിമ കൊണ്ട് അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഇതെങ്കിലും വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു മെസ്സേജാണ് മാറട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി, താങ്ക് യു.